നമ്മൾ ആമസോണിലൊക്കെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള പിക്ചേഴ്സൊക്കെ ചേർന്ന്. പക്ഷേ സെർച്ചിൽ വരില്ല. അതെത്ര സെർച്ച് ചെയ്താലും സെർച്ചിൽ കിട്ടൂല, സെയിലും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, ഒരു ഫസ്റ്റ് പേജിലൊക്കെ വന്ന് സെർച്ചിൽ ഫസ്റ്റ് പേജ് വന്നാൽ മാത്രമേ ആൾക്കാർ മേടിക്കുള്ളൂ. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പേജിലൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടാകും. പക്ഷേ അത്രയ്ക്കൊന്നും പോയിട്ടൊന്നും ആരും പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി നിൽക്കില്ല. അപ്പോൾ നമ്മൾ പുതുതായിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് അതായത് സെർച്ചിൽ കയറി വരാനായിട്ട് നമ്മളെന്താ വെച്ചാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഈ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ കീവേഡ് കണ്ടുപിടിക്കും. നമുക്ക് ഈ വേണമെങ്കിൽ ഹീലിയം 10 ജംഗിൾ സ്കോട്ട് പോലത്തെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതൊന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ ഗൂഗിളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആമസോണിൽ തന്നെ മേലെ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റത്തെ ഒരു 2 വരി അടിക്കുമ്പോൾ തന്നെ ബാക്കി ഡ്രോപ്പ് ഡൗൺ ആയിട്ട് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കീവേഡ്സ് കിട്ടും. അതൊന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ബുള്ളറ്റ് പോയിന്റ് ഇതൊക്കെ എഴുതാൻ നേരത്ത് മാക്സിമം ഈ ഇത്തരത്തിലുള്ള നമുക്ക് ആ കിട്ടുന്ന കീവേഡുകൾ മാക്സിമം അതിനകത്ത് ഉൾപ്പെടുത്തുക. ഈ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ 5 ബുള്ളറ്റ് പോയിന്റ്സ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ അതിനകത്ത് മാക്സിമം അത് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേറെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കീവേഡ് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ മാക്സിമം നമ്മൾ കീവേഡ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു റിവ്യൂ ഒക്കെ നമുക്ക് അത്യാവശ്യം സെർച്ചിൽ വരുന്ന പോലെ റിവ്യൂ കിട്ടുന്ന സമയം വരെ നമ്മൾ എന്ത് ചെയ്യുക, പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുക. അത്യാവശ്യം ഓർഡർ വന്ന് നമുക്ക് റിവ്യൂസ് കിട്ടി തുടങ്ങി കഴിഞ്ഞവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെയ്ഡ് ആഡ്സ് റൺ ചെയ്ത് കഴിഞ്ഞാൽ സെർച്ചിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഒരു കാറ്റഗറിയും ആ ഒരു നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് എത്ര ലിസ്റ്റിംഗ് വേറെ ആൾക്കാർ കോമ്പറ്റേറ്റീവ് എത്ര പേരുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെർച്ചിൽ വരുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. പെട്ടെന്ന് ഇന്നിപ്പോൾ നമ്മൾ ചെയ്ത നാളെ തന്നെ സെർച്ചിൽ കയറി വരണമെന്നില്ല, മെല്ലെ മെല്ലെയാണ് പറ്റുള്ളൂ നടക്കുകയുള്ളത്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും നമ്മൾ കീവേഡ്സും ഒക്കെ എൻ്റർ ചെയ്യുന്ന കാര്യത്തിൽ ആമസോണിന്, ഫ്ലിപ്കാർട്ടിന് അവരുടേതായ കുറച്ച് റൂൾസും പോളിസീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചെറിയൊരു വീഡിയോയിൽ പറഞ്ഞു തരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം ഈ ഒരു ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും. കാര്യം ഞാനൊരു 4-5 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ ചെയ്യുന്ന ഒരാളാണ്.